ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ DNA യിലില്ല. ഇത് നമ്മുടെ DNA യില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാണ്, അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെ കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ DNA യിലേ ഇല്ല. ഒരുത്തരിരുന്ന വിഡിത്തം വിളമ്പുന്നു, അത് കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായി മറ്റേയാളും. എന്നാലും ഈ DNA കാരണം പഠിക്കാൻ പറ്റാത്ത വേടന്റെ ഒരു വേദന ഒന്ന് ആലോചിക്കണേ. എന്റെ വേട അരുൺകുമാറെ, നിങ്ങളൊന്നും BR അംബേദ്കറിനെ കുറിച്ചും ദ്രൗപദി മുർമുവിനെ കുറിച്ചും ഒന്നും കേട്ടിട്ടില്ലേ? പോട്ടെ, ജാതിയെ കുറിച്ച് വാദോരാതെ പറയുന്ന വേടന് അയ്യങ്കാളി എന്ന മഹാനെ കുറിച്ച് അറിയാമോ? വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്ന ആശയം ഉയർത്തിപ്പിടിച്ച അതേ അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉയർന്നു വന്ന KR നാരായണനെ കുറിച്ച് അറിയാമോ? ഇവരൊക്കെ വേടനെന്ന് ഈ പുണ്യാളം പറഞ്ഞ അതേ DNA ഉള്ള മനുഷ്യന്മാരാണ്. നീ എത്ര വേണമെങ്കിലും ഈ ജാതിയെ വിറ്റ് കാശാക്കിക്കോ, പക്ഷെ വീണ്ടും വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കരുത്. എന്നാലും എന്റെ ഡോക്ടർ അരുൺകുമാറെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ വിഡിത്തമൊക്കെ താങ്ങിപ്പിടിച്ചു നിൽക്കുന്നത്?